ഈ വീഡിയോ ഒരുപാട് സന്തോഷവും അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും തിരിച്ചറിവും നൽകുന്ന ഒന്നാണ്. 10 മാസം വയറ്റിൽ ചുമന്ന് കുറെ ബുദ്ധിമുട്ടി പ്രസവിച്ചു കഴിഞ്ഞ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞ് ജനിക്കുമ്പോൾ കരഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? അത്രയും ടെൻഷൻ അടിച്ച് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കും അല്ലേ? ഒരു നവജാത ശിശുവിന്റെ കരച്ചിൽ എന്ന് പറയുന്നത് ആദ്യത്തെ ശ്വാസെടുപ്പാണ്. അതുവരെ പൊക്കിൾക്കൊടിയിലൂടെ ശരീരത്തിൽ കിട്ടിയ ഓക്സിജൻ ഇനി ശ്വാസത്തിലൂടെ കിട്ടണം. അതും എത്രയും പെട്ടെന്ന്. 5 മിനിറ്റിൽ കൂടുതലൊക്കെ ഇത് വൈകിയാൽ ആ കുഞ്ഞു ബ്രെയിനിന്റെ ഫംഗ്ഷൻ എന്നേക്കുമായിട്ടാണ് എഫക്ട് ചെയ്യപ്പെടുന്നത്. ആ കുഞ്ഞ് 100 വർഷം ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ നിസ്സഹായരായിട്ട് അവർ പാടുക മാത്രം ചെയ്യുമ്പോൾ ആ ഡോക്ടർ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായോ? ഇതാണ് നിയോനേറ്റൽ റെസിസിറ്റേഷൻ. കുഞ്ഞിന് ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ടുള്ള എയർവേ ക്ലീൻ ചെയ്യുക, ആവശ്യത്തിന് വാംത്ത് ചൂട് നൽകുക, ഓക്സിജൻ ആംബു ബാഗ് വഴി കൊടുക്കുക, വേണമെങ്കിൽ CPR-ഉം ഹൃദയം ഇടിക്കാനുള്ള മരുന്നുകൾ കൊടുക്കുക. ഇതൊക്കെ ആദ്യത്തെ 1 മിനിറ്റിൽ കൊടുക്കുന്നത് വഴി തിരിച്ചു കിട്ടുന്നത് എന്താണോ? ജനിക്കുന്നവരെ ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞിന് ഈ ബർത്ത് ആസ്ഫിക്സി എന്ന ഒറ്റ കാരണം കൊണ്ട് ബ്രെയിൻ ഡാമേജ് ആയിട്ട് ഒന്ന് കഴുത്തു പോലും ഉറക്കാതെ നടക്കാനോ സംസാരിക്കാനോ പോലും പറ്റാതെ സെറിബ്രൽ പാൽസി എന്നൊരു അവസ്ഥ എത്തുന്നതിൽ നിന്നുള്ള മോചനം. ഓരോ ആശുപത്രി പ്രശ്നങ്ങളിലും കുഞ്ഞ് കരയാതെ വന്നാൽ ഇത്തരം മെഷർമെന്റ്സ് കറക്റ്റ് ടൈമിൽ കറക്റ്റായിട്ട് എത്തുന്നത് കൊണ്ടാണ് പല കുഞ്ഞുങ്ങളും നിങ്ങളുടെ കയ്യിൽ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. ഇതാരും കാണില്ല എന്നേ ഉള്ളൂ. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരു കുഞ്ഞിനെ റിവൈവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഹോസ്പിറ്റൽ അനാസ്ഥയായിട്ട് നാട് മുഴുവൻ അറിയുന്നു മാത്രം. അപ്പൊ ചുരുക്കത്തില് വീട്ടിലായാലും പ്രസവിക്കില്ല എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് പ്രസവിക്കും, പക്ഷെ കുഞ്ഞ് കരയാതിരുന്നാൽ 5 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്താതിരുന്നാൽ അത് ഒരു ആയുഷ്കാലത്തേക്കുള്ള വേദനയായി മാറും. അവോയ്ഡ് ഹോം ബർത്ത്.